Hello everyone, welcome to Foodchunkz. കുക്കിംഗ് ഒന്നുമില്ലാതെ പെട്ടെന്ന് നമ്മുടെ കുട്ടികളുടെ വിശപ്പ് മാറ്റാൻ പറ്റിയ ഒരു സൂത്രപ്പണിയായിട്ടാണ് ഇന്ന് ഫുഡ്ചങ്ക്സ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സ്ട്രെസ്സിൻ്റെ ഒക്കെ ഇടയിൽ കുട്ടികളെ ഒന്ന് ഹാപ്പി ആക്കാൻ പറ്റിയ ഒരു വെരി ഈസി സ്വീറ്റ് റെസിപ്പി, ചോക്ലേറ്റ് സ്വീറ്റ് ബോൾസ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ചോക്ലേറ്റ് സ്വീറ്റ് ബോൾസിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് 100 grams ക്രീം ബിസ്ക്കറ്റാണ്. എനി ചോക്ലേറ്റ് ഫ്ലേവേർഡ് ക്രീം ബിസ്ക്കറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ ബ്രൗൺ കളറിലായിട്ടുള്ളത് ഓറിയോ, ബോർബോൺ അതൊക്കെ പോലത്തെ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണിത്. ഇത് ഈസിലി മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. ഇൻ കേസ് കിട്ടുന്നില്ലെങ്കിൽ നോർമൽ നമ്മുടെ തേങ്ങ ചിരവിയിട്ട് ഒന്ന് നന്നായിട്ട് പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ടായിട്ട് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സ്, എനി നട്ട്സ് ഓഫ് യുവർ ചോയ്സ് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് പാലാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ബിസ്ക്കറ്റ്സിനെ മിക്സിയിലിട്ടിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റിലേക്ക് നമുക്ക് ഇനി ആഡ് ചെയ്യുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ നട്ട്സ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ക്രീം ബിസ്ക്കറ്റാണ്, നല്ല മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻ കേസ് ആർക്കെങ്കിലും മധുരം കുറവായെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൗഡേർഡ് ഷുഗർ ഈ സമയത്ത് നമുക്കിത് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ള പാല് ആഡ് ചെയ്തിട്ട് കുറച്ചായിട്ട് ഓരോരോ ടീസ്പൂണായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് ഒരു ബോൾ രൂപത്തിൽ ഉരുട്ടിയെടുക്കാം. ഒരു ഡോ ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അതിനെ പാലിന് പകരം നിങ്ങൾക്ക് മെൽറ്റഡ് ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചൂടൊക്കെ റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ ഡോ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. കുറേശ്ശെ നിങ്ങൾ എടുത്തിട്ട് ഒഴിച്ച് ഡോ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ പാല് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളിത് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇത് അധികം ദിവസം സ്റ്റോറൊന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം ഒരു 2 days മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, അതും ഫ്രിഡ്ജിൽ. കാരണം പാല് പെട്ടെന്ന് കേടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. മാക്സിമം ഒരു 2 days. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇനി ഇതേപോലെ ഡോയിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ചെറുതായിട്ട് ബോളിൻ്റെ ഷേപ്പിൽ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇനി കുക്കി കട്ടേഴ്സൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് ഹാർട്ട് ഷേപ്പിലോ സ്റ്റാർ ഷേപ്പിലോ അങ്ങനെ ഏതെങ്കിലും ഷേപ്പിൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഷേപ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഓൺലൈൻ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ കുട്ടികളെ പോലെ തന്നെ അമ്മമാരും ഫുള്ളി സ്ട്രെസ്ഡ് ആണ്. അതായത് അവരുടെ സ്റ്റഡീസ് നോക്കണം, വർക്ക് ഷീറ്റ്സ് ഉണ്ടാവും, ഹോം വർക്ക്സ് ഉണ്ടാവും, കൂടെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇതിനൊക്കെ മേലെയായിട്ട് നമുക്ക് വീട്ടിലുള്ള കുക്കിങ്ങും ബാക്കിയുള്ള വീട്ടു ജോലികളും. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഒരു ചെറിയൊരു സൂത്രപ്പണിയിലൂടെ ഒരു ചെറിയ ഇതേപോലെ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വളരെയധികം ഹാപ്പി ആവും. അവർക്ക് കുറച്ചും കൂടെ പഠിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസിയാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി വീണ്ടും അടിപൊളി റെസിപ്പീസുമായി ഞാൻ വരും. അതുവരേക്കും ബൈ.